ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാറായെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുഎസ് ഇറാൻ രണ്ടാം ഘട്ട ചർച്ച ഇസ്ലാമാബാദിൽ ഉടൻ നടന്നേക്കും. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ ചൈനയെ അനുവദിക്കില്ലെന്ന യുഎസ് ട്രഷറി സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കെതിരെ റഷ്യയും ചൈനയും രംഗത്ത് വന്നു. അതിനിടെ യുഎസ് ഉപരോധം മറികടന്ന് 2 എണ്ണക്കപ്പലുകൾ ഇറാൻ തുറമുഖത്തെത്തി. സൈനിക സമ്മർദ്ദത്തിലൂടെ കീഴടങ്ങുമെന്ന തെറ്റിദ്ധാരണ വേണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. ഉപരോധം തുറന്നാൽ അത് വെടിനിർത്തൽ ലംഘനമായി കണക്കാക്കുമെന്നും ഗൾഫിലെയും ഒമാൻ സമുദ്രത്തിലെയും കയറ്റുമതിയും ഇറക്കുമതിയും തടയുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. എംസിഎ നാസർ വിശദാംശങ്ങൾ നൽകി. എംസിഎ, ട്രംപിന്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കാനാകുമെന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. പലപ്പോഴും പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നതാണ് ഈ ഇറാൻ യുദ്ധ കാലയളവിൽ തന്നെ നമ്മൾ കണ്ടത്. എങ്കിൽ കൂടിയും ഈ യുദ്ധം അവസാനിപ്പിക്കാറായി എന്ന ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു വാക്കുകളെ എങ്ങനെ നമ്മൾ എടുക്കണം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ? ഏറ്റവും ഒടുവിലത്തെ ഈ ഉപരോധ യുദ്ധം, അതിൻ്റെ ഒരു പുരോഗതി എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ട്രംപ് പറഞ്ഞത് എടുത്തു നോക്കിയാൽ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കാനുള്ള ഒരവസരമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അടുത്ത 1-2 ദിവസങ്ങൾ എല്ലാം അർത്ഥത്തിലും നിർണായകമായിരിക്കും. അതിനുള്ളിൽ തന്നെ ഒരു പ്രശ്നപരിഹാരം രൂപപ്പെടും, ഒരു കരാർ ഇറാനുമായിട്ട് രൂപപ്പെടുത്താൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് ട്രംപ് പങ്കുവെക്കുന്നത്. അതേസമയം തന്നെയാണ് ട്രംപ് വ്യക്തമാക്കുന്നത്, ഞാൻ ചൈനയുടെ പ്രസിഡന്റിന് ഇപ്പോൾ ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനുള്ള ഈ സൈനിക സഹായം അടിയന്തരമായി നിർത്തൽ ചെയ്യണം, ഇറാൻ ആയുധങ്ങൾ കൈമാറുന്ന ചൈനയുടെ രീതി അവസാനിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ കത്തിൽ ചൈനീസ് പ്രസിഡന്റിന് താൻ അറിയിച്ചിരിക്കുന്നത് എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ പിന്നിട്ട ഏതാണ്ട് 24 മണിക്കൂറിലധികമായിട്ട് 38 മണിക്കൂറുകളുമായി തുടരുന്ന നാവിക ഉപരോധം അത് കൂടുതൽ കടുത്ത രീതിയിലേക്ക് തന്നെ പോവുകയാണ്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് പിന്നിട്ട ഈ സമയങ്ങളിൽ കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ 2 പ്രധാനപ്പെട്ട എണ്ണക്കപ്പലുകൾ തങ്ങളുടെ തുറമുഖത്ത് ഈ ഉപരോധം ലംഘിച്ച് തന്നെ എത്തിയതായിട്ട് ഇറാൻ നേതൃത്വം തന്നെ അറിയിക്കുന്നുണ്ട്. ഇറാൻ വാർത്താ ഏജൻസിയും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു കപ്പൽ കൂടിയാണ് ഇപ്പം ഇറാന്റെ ഖുമൈനി തുറമുഖത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് അമേരിക്കയുടെ അനുമതിയോടുകൂടി തന്നെയാണോ അതോ അതിനെ ലംഘിച്ചുകൊണ്ട് ആണോ ഈ കപ്പൽ എത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ ഉപരോധം തങ്ങളെ ബാധിക്കുന്നില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഉപരോധം അമേരിക്ക തുടരുകയാണെങ്കിൽ അത് നിലവിലുള്ള ഒരു വെടിനിർത്തൽ കരാറിന്റെ കൃത്യമായിട്ടുള്ള ലംഘനമായി കണക്കാക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഈ മേഖലയിലെ ഗൾഫ് ഉൾപ്പെടെ ഒമാൻ സമുദ്രത്തിലെയും ഒരു ചരക്ക് കടത്തും ഇറക്കുമതിയും തങ്ങൾ അനുവദിക്കുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ബാബുൽ മന്ദബ് ഉൾപ്പെടുന്ന ചെങ്കടൽ ഭാഗത്തേക്ക് കൂടി ഈ പ്രക്ഷോഭം തങ്ങൾ ദീർഘിപ്പിക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഏറ്റവും അവസാനമായിട്ട് ഇറാൻ സൈനിക നേതൃത്വം നൽകുന്നത്. അതേസമയം ചർച്ചകൾ വളരെ പെട്ടെന്ന് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ ഇസ്ലാമാബാദിൽ നടക്കുമെന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഭരണകൂടവും അറിയിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തു നിന്നോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നോ ഇനിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമില്ല. സൈഫുദ്ദീൻ.